ഇന്നേ വാക്ക് രുചിയായിട്ട് ഒരു നല്ലൊരു കറി വെക്കാമെന്ന് വിചാരിക്കുവാണ്. വേറൊന്നുമല്ല, ഒരു ചമ്മന്തി അരയ്ക്കാനായിട്ട് ആണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഉള്ളി ഒന്ന് ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ട്. കമ്പിയിൽ കോർത്തിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ചുട്ട് എടുത്തിട്ടുണ്ട്. ഇച്ചിരി പുളി എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം 2 കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 മുളക് അതും ചുട്ടെടുത്തിട്ടുണ്ട്, കമ്പിയിൽ കോർത്ത് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പാൽമുളകുണ്ട്, ഒരു 3-4 പാൽമുളക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പാൽമുളകിട്ട് ചമ്മന്തി അരച്ചാൽ. പിന്നെ ഇച്ചിരി മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ പോവുകയാണ്. മീനും ചിക്കനും ഒക്കെ കൂട്ടി പച്ചക്കറിയൊക്കെ കൂട്ടി മടുത്ത് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒരല്പം മുളക് പൊടിയും കൂടെ ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്. എരിവ് ഈ 2 മുളകിനും കൂടെ നല്ല എരിവ് വേണം. കാശ്മീരി മുളക് പൊടി ഒരല്പം ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എന്നിട്ടെന്ന് പറഞ്ഞാൽ മിക്സിയിലെ ജാർ എടുത്തതിന് ശേഷം ആദ്യം ഇടേണ്ടത് മാങ്ങയും ഉള്ളിയും ആ മുളകും കൂടെ, വറ്റൽ മുളകും പുളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ഇത് അരയത്തില്ല. ഈ മാങ്ങയും വറ്റൽ മുളകും ഒന്നും അരയത്തില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം. ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ തേങ്ങ വാരിയിടുക. എന്നിട്ട് തേങ്ങയുടെ കൂടെ തന്നെ പാൽമുളക് ഇടേണ്ട ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കാം. അവസാനം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ മുളക് അരഞ്ഞ് അങ്ങ് ചേർന്ന് പോവും. പാൽമുളകിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അത് ഇങ്ങനെ അരച്ചെടുത്തിട്ട് രണ്ടാമത് വീണ്ടും ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, അങ്ങനെ നമ്മുടെ ചമ്മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കാശ് ചിലവുമില്ല, പെട്ടെന്ന് ജോലി ഒതുക്കാം, നല്ല ബാക്കി രുചിയായിട്ട് ഊണ് കഴിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ചമ്മന്തി ഇച്ചിരി പാൽമുളകും മാങ്ങയൊക്കെ കൂടെ വെച്ചിട്ട് ഒന്ന് അരച്ച് നോക്കൂ. അടിപൊളിയായിരിക്കും. ഓക്കെ, ബൈ.